ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സൂപ്പർ ഈസി വെയിറ്റ് ലോസ് ലഞ്ച് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓട്സും പരിപ്പും വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഡാൽ കിച്ചടിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഡാൽ കിച്ചടിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് ചെറുപയർ പരിപ്പ് ആയാലും മതി. ചെറുപയർ പരിപ്പാണ് കുറച്ചുകൂടി ഹെൽത്തി. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് മുറിച്ചത്, ഒരു ചെറിയ തക്കാളി മുറിച്ചത്, 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളക്, ആവശ്യത്തിന് മല്ലിയില. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. എന്നിട്ട് ഞാൻ എടുത്തേക്കണം ഒരു 1/2 കപ്പ് ഓട്സ്. അപ്പോൾ അതൊരു 2 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ള് ജീരകം ഇട്ട് കൊടുക്കാം, നല്ല ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് പോലും വേണ്ട നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കാൻ, കാരണം 2 വിസിൽ വരുന്ന ടൈമേ വേണ്ടി വരുള്ളൂ. ഇനി അതിലേക്ക് സവാള ചെറുതായി മുറിച്ചതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള അധികം ബ്രൗൺ കളറൊന്നും ആവുമൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെയിറ്റ് ലോസ് ടൈമിൽ ഇത് ലഞ്ചായിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഓട്സ് വെയിറ്റ് ലോസിന് വളരെ ഹെൽപ്പ് ചെയ്യും. ഒരു ഹോൾ ഗ്രെയിനാണ് ഓട്സ്, പിന്നെ ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ പരിപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും പറയാം, 1/2 കപ്പ് ഓട്സിന് 1/4 കപ്പ് പരിപ്പ് മതി. അതുപോലെ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതേ ഡാൽ കിച്ചടി നോർമലി അരി വെച്ചിട്ടാണ് ചെയ്യാറ്, പക്ഷേ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടാണ് നമ്മൾ ഓട്സ് വെച്ച് ചെയ്യണത്. കാരണം റൈസിനേലും വളരെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യണ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഓട്സ്. അപ്പോൾ എല്ലാവരും ഓട്സ് വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഒരു എന്താ പറയുക, ലഞ്ചായിട്ട് ഒരു 10 ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ഓട്സ് കഴിക്കുകയാണെങ്കിൽ തന്നെ നല്ല വെയിറ്റ് ലോസ് ഉണ്ടാവും. ഇനി അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വെയിറ്റ് ലോസ് ടൈമിൽ നിങ്ങൾ അധികം മസാലയുള്ള ഫുഡ് ഒഴിവാക്കുക. അപ്പോൾ ഞാൻ ഈ ഇതിൽ റെസിപ്പിയിൽ ഒട്ടും തന്നെ മസാല ചേർത്തിട്ടില്ല. ജസ്റ്റ് ഇതേ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ചേർക്കണ എരിവിന് ചേർത്ത് കൊടുത്തത് പച്ചമുളകാണ്. അപ്പോൾ കുറച്ചും കൂടി മസാല വേണമെന്ന് ആഗ്രഹമുള്ളവർ ഇത്തിരി മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു നുള്ള് ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുക. അത് നിർബന്ധമൊന്നുമില്ല, ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി മസാല ഒഴിവാക്കിയുള്ള റെസിപ്പിയാണ് ചെയ്യണത്. ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് ഓട്സിന് 1/4 കപ്പ് പരിപ്പ്, 2 കപ്പ് വെള്ളം, അത്രയേ ഉള്ളൂ. ഇനി ഇതൊരു തിള വരുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓട്സിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്, ഫൈബർ ഉണ്ട്. ഒരു 100 ഗ്രാംസ് ഓട്സിൽ ഒരു 11 ഗ്രാംസ് ആണ് നമുക്ക് ഫൈബർ കിട്ടുന്നത്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഇത് കുറേ അധികം ഹെൽപ്പ് ചെയ്യും. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല. അതുപോലെ ഗട്ടിലെ ഹെൽത്തി ബാക്ടീരിയനെ ഇത് വളരാൻ സഹായിക്കും. കഴിക്കുമ്പോൾ വയറ് ഫുള്ളായിരിക്കണത് കൊണ്ട് കുറേ സമയത്തേക്ക് വിശപ്പ് കാണില്ല. അത് കാരണം നമ്മുടെ വെയിറ്റ് ലോസ് ബോഡിയിൽ പെട്ടെന്ന് തന്നെ നടക്കും. ഇപ്പോൾ 2 വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തിട്ട് ഒരു പ്രഷറൊക്കെ പോകാൻ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്താൽ നമ്മുടെ ഡാൽ കിച്ചടി റെഡിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റിയാണ്. ഓട്സ് വെച്ചിട്ട് ഇനിയും റെസിപ്പീസ് നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഓട്സ് ഡാൽ കിച്ചടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. അപ്പോൾ അടുത്തൊരു വെയിറ്റ് ലോസ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.